KPCC അധ്യക്ഷൻ കെ സുധാകരൻ NM വിജയന്റെ വസതിയിലെത്തി കുടുംബവുമായി സംസാരിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായി. സുർജിത്ത്, ഒരല്പം വൈകിയുള്ള സന്ദർശനമാണ്. കാരണം കത്തിന്റെ പേരിലൊക്കെയുള്ള വിവാദം, അത് കെ സുധാകരൻ ഒരു കത്ത് നൽകിയിട്ടുണ്ട് എന്ന് കുടുംബം പറയുന്നു. തുടക്കത്തിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹം വസതിയിലേക്ക് എത്തുന്നു. സന്ദർശനം തുടരുകയാണോ? ഇപ്പോൾ കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ് കെ സുധാകരൻ. ഒരു മഞ്ഞുരുക്കൽ നടപടി എന്നുള്ള തരത്തിൽ തന്നെ ഇതിനെ കാണേണ്ടി വരും. കാരണം കുടുംബം ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനം കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. NM വിജയൻ നൽകിയ കത്ത് താൻ കണ്ടിട്ടില്ല, താൻ വായിച്ചിട്ടില്ല. കത്ത് കണ്ടിട്ടുണ്ട്, പക്ഷേ അത് വായിച്ചു നോക്കിയിട്ടില്ല എന്നുള്ള തരത്തിലൊരു ലാഘവത്തോടു കൂടിയുള്ള മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള വിമർശനമായി വരുന്നൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ അതിനുശേഷമാണ് ഇവിടെ KPCCയുടെ ഉപസമിതി ഇവിടേക്ക് എത്തിയത്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിലെത്തിയത്. അതിനുശേഷം അന്ന് തന്നെ പറഞ്ഞതായിരുന്നു, ഉപസമിതി അംഗങ്ങൾ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ പറഞ്ഞിരുന്നു, അന്ന് VD സതീശൻ ഒപ്പം തന്നെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെ സന്ദർശിക്കും, ഇവിടേക്ക് എത്തുമെന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അല്പസമയം മുമ്പാണ് കെ സുധാകരൻ എത്തിയത്. നേരത്തെ VD സതീശൻ ഇവിടേക്ക് എത്തിയിരുന്നു. മാത്രമല്ല ഒപ്പം അല്പസമയം മുമ്പ് എത്തി ഇവിടെ ആലിപ്പറ്റ ജമീല, ഒപ്പം തന്നെ KL പൗലോസ് ഉൾപ്പെടെയുള്ള KPCC നേതാക്കളും DCCയുടെ OV അപ്പച്ചൻ അടക്കമുള്ള DCCയുടെ നേതാക്കളും ഇവിടേക്ക് എത്തി. അവരെല്ലാം തന്നെ കുടുംബാംഗങ്ങളുമായി ഇപ്പോൾ സംസാരിക്കുകയാണ്. ഈ മകൻ വിജേഷും മരുമകൾ പത്മയും ഇതിനകത്തുണ്ട്. അവരോട് കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട മറ്റു ബന്ധുക്കളുമുണ്ട്. വിശദാംശങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ കെ സുധാകരൻ പറഞ്ഞത് ഇത് ഇവരുടെ ബാധ്യത, കുടുംബത്തിന്റെ ബാധ്യത ന്യായമുള്ളതെങ്കിൽ അത് ഏറ്റെടുക്കുന്ന നടപടിയിലേക്ക് കടക്കുമെന്നുള്ള തരത്തിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നതുമാണ്. വലിയ രീതിയിൽ കോൺഗ്രസ് നേതൃത്വം ഈ വയനാട് ജില്ലയിൽ ഈ നിയമനക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. പ്രത്യേകിച്ച് DCC നേതാക്കൾക്കെതിരെ കേസെടുത്ത നടപടി, മാത്രമല്ല DCC പ്രസിഡന്റ് അടക്കമുള്ളവരെ ഇന്ന് പോലും ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, അറസ്റ്റ് രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. നാളെ IC ബാലകൃഷ്ണൻ MLA നാളെ മുതൽ ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കും. അതിനുശേഷം അദ്ദേഹത്തിനെതിരെയും കേസെടുക്കാനുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രതിരോധം തന്നെ കോൺഗ്രസിനെ നിയമനക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. മാത്രമല്ല സഹകരണ സംഘങ്ങളിലെ UDF പ്രധാനമായും ഭരിക്കുന്ന സഹകരണ സംഘങ്ങളിലെ നിയമനക്കോഴയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി 66 എൻക്വയറിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പിന്റെ നടപടി തുടങ്ങിയിട്ടുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിരോധം ഈ കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ച് ജില്ലയിൽ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സംഭവവികാസങ്ങൾ. ഇതിനിടയിലാണ് ഈ കോൺഗ്രസ് നേതാക്കളുടെ സന്ദർശനമെന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം DCC ഓഫീസിലേക്ക് വരെ പോലീസ് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മിനിറ്റ്സ് ബുക്ക് അടക്കമുള്ള രേഖകൾ പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു അവസ്ഥ UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇവിടെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പ്രത്യേകിച്ച് ഇത് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം എന്നുള്ള ഖ്യാതിയുള്ള മണ്ഡലമാണ്. സ്വാഭാവികമായും ദേശീയ ശ്രദ്ധയിലേക്ക് വരെ ഇത്തരം വിഷയങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിനിടയിലാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് ഇവിടേക്ക് എത്തിയത്. അല്പസമയത്തിനകം അദ്ദേഹം പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളെ കാണും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അനുജ, ശരി. അങ്ങനെ കോൺഗ്രസ് പ്രതിരോധത്തിലായൊരു വിഷയത്തിലാണ് ഇപ്പോൾ കെ സുധാകരൻ NM വിജയന്റെ വസതിയിൽ സന്ദർശനം നടത്തുന്നു. അല്പസമയത്തിനകം അത് മാധ്യമങ്ങളോട് സംസാരിക്കും.